ഇന്നേ വിറകുണ്ടാക്കലായിരുന്നു കേട്ടോ പണി. വിറക് അപ്പുറത്തുനിന്ന് കുറച്ച് ചകിരിയൊക്കെ കിട്ടി. ചകിരിയൊക്കെ എടുത്തിട്ട് വന്നതാണ് കേട്ടോ. കാണിച്ചു തരാം, വായോ. ഇന്നലെ നമ്മൾ പട്ടത്തണ്ടൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഇന്ന് ചകിരി കണ്ടോ, ചകിരി കൊണ്ടുവന്നു. ഇഷ്ടല്ലേ ഉച്ചക്ക് ചോര കളറ്. എന്തെങ്കിലും തിന്നാൻ വാങ്ങിട്ട് വരുമോ? എന്താ പണിയെടുക്കുമ്പോൾ തിന്നാൻ വാങ്ങിട്ട് വരുമോ? പണിയില്ലേ എന്തെങ്കിലും പണിയെടുക്കുമ്പോഴേക്കൊക്കെ തിന്നാൻ വേണം പറഞ്ഞാലും. അല്ല ബാ എന്തെങ്കിലും പണി ഇങ്ങോട്ട് വരും. എന്തെങ്കിലും പണിയല്ലേ? അതാണ്ടോ ചകിരി കണ്ടോ? ചകിരികൾ ഇരുന്ന് കത്തിക്കാലോ. ഇതൊക്കെ കത്തിക്കായിരുന്നു കഴിഞ്ഞാൽ 1 മാസം കൂടി എത്തില്ല. അത്രയ്ക്കും ചോറും കൂട്ടാനും ഒക്കെ ആവലും വെള്ളം ചൂടാക്കലും ഇതൊക്കെ മഴക്കാലത്തേക്കുള്ളതാണ് കേട്ടോ. ഇനി കുറച്ചും കൂടി കൊണ്ടുവരണം. ഇത് അപ്പുറത്തെ തൊടിയിലേ ഇന്ന് JCB വന്നിട്ട് ഇതൊക്കെ തെങ്ങിൻ്റെ ചോട്ടിക്ക് ഇടുമായിരുന്നു അത്രേ. അപ്പോൾ ഇത് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞപ്പോൾ അങ്ങനെ കൊണ്ടുപോയതാണ്. നമ്മൾ രാധയെടുത്തിട്ട് അവിടെ നിന്നാണ് കേട്ടോ കൊണ്ടുവരല്. ഇനി അവിടെയും കുറച്ചുണ്ട്, അതും കൊണ്ടുവരണം. അതാണ്ടോ ഇത് ഇങ്ങനത്തെ എടുത്തിട്ട് എന്താ കാര്യം? ചെതൽ തീറ്റ കഴിഞ്ഞാണ് വേഗം. എന്നാലും നമ്മുടെ ആവശ്യത്തിന് അവിടെ കുറച്ച് പട്ടത്തണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടോ. മഴക്കാലം ആകുമ്പോഴേക്കും നമ്മൾ വിറകെടുത്ത് വെച്ചിട്ടില്ലെങ്കിലല്ലേ നമ്മൾ കെത്തി കെടും പറഞ്ഞാൽ കെത്തി കെടും. എങ്ങനെ പറയുക, വേനൽക്കാലത്ത് പെറുക്കി കത്തിക്കണം, മഴക്കാലത്ത് അട്ടിന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കത്തിക്കണം അല്ലേ? അങ്ങനെയല്ലേ പറയുക? അമ്മ അങ്ങനെയാണ് കേട്ടോ പറയുക. മഴക്കാലം ആകുമ്പോൾ നല്ല നല്ല വിറകുകൾ കത്തിക്കുക, വേനൽക്കാലം ആകുമ്പോൾ നമ്മുടെ ചുള്ളി വിറകുകളൊക്കെ അല്ലേ, ചുള്ളി വിറകുകളൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പെറുക്കിയിട്ട് കത്തിക്കാൻ പറയും. സൂനിയേ, നമ്മളേ കുറച്ച് ദിവസമായിട്ടോ കടലപ്പരിപ്പ് കൊണ്ടുവന്ന് വെച്ചിട്ട്. അപ്പം എന്നാണെങ്കിലും സത്യം പറയാച്ചാൽ വെയ്യാട്ടാ. അപ്പോൾ പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലിടുകയും ചെയ്തു. അപ്പോൾ എന്തായാലും അതുണ്ടാക്കി കൊടുക്കട്ടെ മക്കൾക്ക്. ഇനിതാ ചെറിയുള്ളിയാണോ വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ. ചെറിയുള്ളി ഇല്ല. അപ്പോൾ പച്ചമുളക്, ഇഞ്ചി, പച്ചമുളകും ചുവപ്പ് കളറേ ഉള്ളൂ. നല്ല പച്ചമുളകൊക്കെ കഴിഞ്ഞേക്കണു. മഴ വരുന്നുണ്ട് തോന്നുന്നു ചേട്ടാ. മഴ വരുന്നുണ്ട്, മഴ മൂടി വരുന്നുണ്ട്. എന്തിനാ ഉള്ളത് പോരെ? അച്ചുട്ടിയേ ബായോ, അച്ചു അടി കിട്ടൂട്ടോ. ഫോണിൽ കളിക്കാൻ തന്നെ അങ്ങോട്ട് വന്നോ. എന്ത് എന്താ സ്കൂളത്തെ അച്ചുവിനോട് സംസാരിക്കണം പറഞ്ഞിട്ടേ ഗുരുവായൂരുള്ള ഒരു പ്രസിയമ്മായി വിളിച്ചിരുന്നു കേട്ടാ. ഏട്ടനേ ഫോണിലായപ്പോഴേക്കേ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിട്ടാ. അതൊരു അത്യാവശ്യ കോള് വന്നാണ്. ഞാൻ അത്യാവശ്യമായിട്ട് ഈ ചായ വടങ്ങനെ ചുട്ടു വെക്കല്ലേ. എന്തേ എങ്ങനെ പറയാ? അപ്പങ്ങളും കട്ടൻ ചായ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സുകന്യ എടുത്താ പറയുന്നത്. സുകന്യേ കട്ടൻ ചായ. സുകന്യയും പരിപ്പ് വട ആശാത്തി കേട്ടോ. ഞാനും പരിപ്പ് വട ആശാത്തിയാണ്. പരിപ്പ് വടയും രസവും കഴിച്ചിട്ടുണ്ടോ? രസവട, തൈര് വട. ഇതാണ് പരിപ്പുവട. ഈ നമ്മൾ രസവട പരിപ്പുവട കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പാലക്കാട് പോയപ്പോൾ ഒരു പ്രാവശ്യം. ഉഴുന്നുവട തോന്നുന്നുണ്ട്. ഞാൻ ഒരുപാട് വലുതുണ്ടാക്കില്ല കേട്ടോ, ചെറുതുണ്ടാക്കണത്. ചെറുത് മതി പറഞ്ഞിട്ട്. സുകന്യേ ഇവിടെ വട റെഡി ആയിട്ടോ. വട റെഡിയായി. മഴ വരുന്നുണ്ട്. കാലാവസ്ഥ എപ്പോഴാ മാറുക പറയാൻ പറ്റില്ല പെണ്ണെ. അപ്പൊ ഞാൻ വേഗം ഉണ്ടാക്കി വെച്ചാണേ അല്ലേ ഏട്ടാ. കാലാവസ്ഥ വെയിലായിരുന്നു. നോക്കി നോക്ക്, ചൂട് കാരണം ഞങ്ങള് ചക്ക വീണക്കണുണ്ടോ? അത് കാണിച്ചു കൊടുക്ക് ഏട്ടാ. ചക്ക വീണ് കാണിച്ചു കൊടുക്ക്. ഇതാ ഉച്ചക്ക് ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ചക്കൊക്കെ ചൂട് കാരണം വീഴാൻ തുടങ്ങിട്ടോ. ആരെങ്കിലും വേണമെങ്കിൽ വന്നിട്ടേ, അല്ല ആർക്കെങ്കിലും കൊടുത്തോളി ഏട്ടാ. എന്താന്നറിയോ, വണ്ടി. അയ്യോ ചക്ക പോണ്. എന്താ കണ്ട്? ചക്ക. എന്റെ പൊന്നോ, ഈ അവിടേക്ക് പോണ്ട, അങ്ങോട്ട് വായോ. എന്ത് കണ്ടിട്ട് ഓടുന്നു? അതാ അവിടെ പോയിട്ട് എന്തിന്?
ചക്ക കാണിച്ചു തരാന് ഇതാ. ആ അച്ഛ കണ്ടു, ചക്ക കണ്ടു. ഓ അതിന് കണ്ടു മുത്തേ, കണ്ടു. അതും കേട് വന്നേക്കണ ഏട്ടാ. അതെ, ചക്ക കേട് വന്നോ? കേട് വന്ന് കാണിച്ചു തരാണ്. കുഞ്ഞേ കേട് വന്നോ? എവിടെ കേട് വന്ന്? എടുത്തോ, പരിപ്പോടെ എടുത്തോ. അതെ, അച്ഛയുടെ വായോ, പൊന്നുങ്ങോട്ട് വായോ. ഏട്ടാ സുകന്യ പാൽ ചായ വെറുതെ കഴിക്കുക. ഇത്രയും നേരം കഷ്ടപ്പെട്ട് പരിപ്പോടെ ഉണ്ടാക്കിട്ട് ആ പരിപ്പോടെ നോക്കാണ്ട് 4 ഉണ്ടാക്കി. അതാ കുപ്പിയുടെ മേലെ ഇരുന്നു. കുപ്പിയും കേടെടുത്തപ്പോ എങ്ങനെയുണ്ട്? തന്നു കടയത്തെ പോലെ ഉണ്ട്. ഇല്ല പെരുംജീരകം കിട്ടു. ഞാനിന്ന് ഇന്നാള് ഞങ്ങള് ഇന്നാള് നമ്മള് കല്ലടിക്കോട് പോയിട്ട് കഴിച്ചപ്പോൾ അതിൽ പെരുംജീരകം. അപ്പോൾ എനിക്ക് പെരുംജീരകം ഇടാനൊരു തോന്നല്. ഓരോരുത്തരും ഓരോ രീതിയല്ലേ ഉണ്ടാക്കുക അല്ലേട്ടാ? അതങ്ങനെ തന്നെയാണ്. സുകന്യ ഒരു രീതിക്ക് ഉണ്ടാക്കുക. സുകന്യയുടെ ചായ ഉണ്ടല്ലേ, ഭയങ്കര വേറെ ലെവലാണ്. പാല് ചായ എങ്ങനെ എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചായ തീരായിരിക്കുമോ? ബാ പൊന്നാ ബാ. കുട്ടികളൊക്കെ അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയിക്കുക കേട്ടോ. അതാണ് മക്കളെ കാണാത്തത്. ഇനി സ്കൂള് കൂട്ടി കഴിഞ്ഞാ കുട്ടികളൊക്കെ അപ്പുറത്ത് പോയി കളിക്കട്ടെ. വായോ വായോ ഏട്ടാ ഒന്ന് കഴിച്ചു നോക്കും. കുട്ടി അപ്പുറത്ത് കൂടെ വാ. എന്തേട്ടാ ചൂട് കാരണം ഇങ്ങനെ ചക്ക വീണത്? ഞെട്ട് ഉണങ്ങിയിട്ടാ വീണത് അല്ലേ? ഞെട്ടി എങ്ങനെ വീണു? ഞെട്ടി ഉണങ്ങിയിട്ടൊന്നുമില്ലല്ലോ. ഉണ്ട്. മെല്ലെ വാ, മെല്ലെ മെല്ലെ മെല്ലെ. അയ്യോ അയ്യോ. ആ പന്തെടുക്കാൻ പോയതാ കുട്ടി. ധാരം. അപ്പോ നല്ല മുരുമുരുക്കനായിക്കോ. അപ്പോ സൂന്യ ചായ കേട്ടോ സൂന്യ. എന്നാലും ഒരു ഗ്ലാസ് കൂടെ തായോ. കട്ടൻ ചായ ഇല്ല, ചായെങ്കിലും താ. ഏട്ടൻ 4 മണിയായ സുനേനെ വിളിക്കാൻ പറഞ്ഞു. സുനേ ചായ വെക്കണില്ലേ, സുനേ ചായ വെക്കില്ലേ ചോദിച്ചിട്ട്. ചായ കുടിക്കേണ്ട സമയത്ത് ചായ കുടിക്കണ്ടേ? അത് കളയും. അച്ഛൻ അവിടെ വെച്ചിട്ട് പോയതോ. വേറെ ചായ എടുക്കാം. എന്താ ചായയൊക്കെ വെറുതെ കുടിക്കാൻ പറ്റില്ല ഈ ചൂടില്. പൊള്ളുകയാണ്, പുറം പൊളിയാണ് നല്ലേ. നാരങ്ങ കൊണ്ടുവന്ന് വെച്ചിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കാം. അത് ചെയ്തോ, നാരങ്ങ വെള്ളം. അത് നല്ല സുഖന്യേ. ചായ വെക്കണ്ട, നാരങ്ങ വെള്ളം പരിപ്പോടെ. നാരങ്ങ ആരാൻ്റെ കടയിലാണ് കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആരാൻ്റെ കടയിലുള്ളത് അവിടെ കിടക്കണം. നീ ഇപ്പോഴെല്ലാം ഇങ്ങോട്ട് തായോ. എന്താ സൂര്യ, നാരങ്ങേ ആരാൻ്റെ കടയിലാണ് കിടക്കുന്നത്. അവിടെ വെച്ചാ എന്തോത്തെ എന്ത് 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 പന്ത് വേണോ? എന്നാ പന്ത് ഇതാ. ഏട്ടാ ഇവിടെ നാരങ്ങ ഉണ്ടെന്ന് വെച്ചാലേ മക്കൾ ഉപ്പിട്ടിട്ടും പഞ്ചസാര ഇട്ടിട്ടും എന്താ പഞ്ചസാര കഴിഞ്ഞ് ഒന്ന് കടയ്ക്ക് പോകണം നമുക്ക് എന്തായാലും വൈകുന്നേരം. കേട്ടോ ഇതെപ്പോഴാ പരിപ്പൊക്കെ വെള്ളത്തിലിട്ട്? ഞാൻ രാവിലെ ഇട്ടു. ശരി, പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചു. ഞാൻ നിങ്ങൾ വരുമോ വരില്ലേ എനിക്ക് അറിയില്ലല്ലോ അല്ലേ. പണി തീർത്തിട്ട് കിട്ടണ്ടേ? അല്ല വരുമോ വരില്ലേന്നല്ല. പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കണോ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അവിടെ പരിപ്പ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലോ എന്നൊക്കെ വിചാരിച്ചു. അവിടെ വിറകിനൊക്കെ പോയി കഴിഞ്ഞ് വന്നപ്പോൾ എന്തോ പോലെ അല്ലേ, ഒരു ക്ഷീണം പോലെ. പിന്നെ എൻ്റെ മൂക്കുത്തിരത് അവിടുത്തെ സാധനം പോയിക്ക് മൂക്കുത്തി വാങ്ങി തരണമെന്ന് ഉണ്ടോ? എനിക്കത് കണ്ടപ്പോഴേ സങ്കടം തോന്നി. എന്തിന് അത് പോയി? സ്വർണ്ണമല്ലല്ലോ വീണ് പോയത്. സ്വർണ്ണ അതല്ല, അവിടെ നോക്കുമ്പോൾ ഒരു കുഴി പോലെ കണ്ടപ്പോഴേ ഞാൻ സുവനടുത്ത് പറഞ്ഞു, സുവനക്ക് മേക്കാതെ അത്ര ഏട്ടാ ഒത്തുണ്ട്. മൂക്കുത്തുണ്ടാന്നോ ഏട്ടാ? സുകന്യക്ക് ജീൻസ് ഒക്കെ ഇടണമെന്നുണ്ടെന്ന്. സുകന്യയുടെ വയറ് കുറയാൻ എന്താ ചെയ്യാ? എന്റെ ജീൻസ് എടുത്തിട്ടോ. അതാണ് വെച്ച് പാകാണ്. അതാണ് പാകവും. എനിക്ക് കൊള്ളാണ്ടായി ഞാനവിടെ വെച്ചതാണ്. അതാ പൈസ ഇല്ല സുകന്യ. എന്താ ഏട്ടാ പറയുന്നത്? പൈസ ഇല്ല, ജീൻസ് കിട്ടുകയും ചെയ്യും, എൻ്റെ കയ്യിൽ നിന്ന് അത് പോവുകയും ചെയ്യും.
ഒരു അല്ലേ? എന്നോടേ ചിലവർ ചോദിച്ചിരുന്നേ പ്രത്യേകിച്ച് ജിമ്മ് പോവാൻ തുടങ്ങിയോന്ന്. ജിമ്മിനൊന്നും പോയിട്ടില്ല കേട്ടോ. ഏപ്രിൽ 1 മുതലേ അല്ലേ? ഏപ്രിൽ ഫുള്ളാണ്. ഈ അനിയേട്ടൻ പറയുന്ന അടുത്തേ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ, നാളെ എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ വഴിക്കണ്ട വായോന്ന്. അപ്പൊ എന്തായാലും പോണല്ലേട്ടാ? പോണ്ടേ? പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയില്ല, അവരവർക്ക് വേണമെന്ന് തോന്നിയിട്ട് വരുമ്പോഴാണ് അത് സെറ്റ് ആവും. അല്ലാണ്ട് ഞാനും വായോ എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല. ഞാനങ്ങനെ വിളിക്കുന്നതേ അപകടമാണ്. കാരണം ഞാൻ പോണത് മുടക്കും, എനിക്കറിയാം. അപ്പം അതുകൊണ്ട് അവരവർക്ക് ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ അപ്പം ശരിയാവും. നിർബന്ധിച്ച് അങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യം അങ്ങനെ ഒരു കാര്യം എന്നല്ല. ഇത് ഒരാൾ നിർബന്ധിച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് അവിടെ പോയിട്ട് നല്ല അധ്വാനിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ട് കാര്യമില്ല. എന്താ അയ്യോ ഇതൊന്ന് കഴിയിട്ടു ടീസു ബാക്കിയുള്ള കാര്യം പറയില്ല. ഇത് അവരവർ ചെയ്യേണ്ട അവരവരിനെ അവിടെ പോയാൽ ചെയ്യണം. അതിന് വേറെ പകരം ഒരാൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇവിടെ ചെയ്യുന്ന ഈ പണി പോലെയല്ല അവിടെ പോയിട്ട് ചെയ്യുന്നത്. ഞാൻ ചെയ്യാം. അപ്പോൾ അതിന് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവുക. എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. കുറച്ച് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര മേലും കൈയും വേദനയായിരിക്കും, നല്ല ബുദ്ധിമുട്ടായിരിക്കും. കിച്ചു പറയുന്നത് കേട്ടോ, അവര് നല്ല വിശ്വാസം ഉണ്ട് അമ്മ 2 ദിവസം കൂടെ നിർത്തുന്നുള്ളത്. അതന്നെ ഞാൻ പറഞ്ഞേ, നല്ല അധ്വാനാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ മേലും കൈയും വേദന കുറച്ച് ദിവസം, ഏകദേശം ഒരു 2 ആഴ്ച ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അതന്നെ ഞാൻ പറഞ്ഞത്, 2 ആഴ്ച ചുരുങ്ങിയത് 2 ആഴ്ച നല്ല ബുദ്ധിമുട്ടായിരിക്കും. 1 മാസം വരെ അതിന്റെ ആ ഒരു ഇടങ്ങേറുണ്ടാവും. അതൊക്കെ കഴിയുമ്പോഴേക്കൊക്കെ അത് സെറ്റാവും. പിന്നെ അവിടെ ഉള്ളവരൊക്കെ ആയിട്ട് കമ്പനിയായി അതിനോടൊക്കെ പൊരുത്തപ്പെട്ട് പോകുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാവും. പിന്നെ കൂട്ടുകാരെ കിട്ടും എല്ലാവും അല്ലേ? പിന്നെ അങ്ങനെ കൂട്ടുകാർ, വിവിധ തരത്തിലുള്ള കൂട്ടുകാരെ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിനൊരു എങ്ങനെ പറയാ, എനിക്ക് മനസ്സിനൊരു സമാധാനക്കടൊന്നുമില്ല കേട്ടോ. നമുക്ക് മനസ്സിൽ ഇതാ സൂര്യത്തെ ഇടയ്ക്കിടയ്ക്ക് കറുപുറ പറയാം. സംസാരിക്കുന്നവരുടെ ഇടയ്ക്കെന്നല്ലേ പോകണം, നമ്മുടെ ഈ നാട്ടിൽ ചുറ്റുവട്ടുള്ള ആൾക്കാരുടെ ഇടയ്ക്കല്ലേ പോകണം. പോണം. ഇവരുടെ ടീച്ചർമാരൊക്കെ ഉണ്ടേ, എല്ലാവരും ഉണ്ട്, ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടേ. ആരോഗ്യം എന്നുള്ളതാണ് മെയിനായിട്ട്. അല്ലാണ്ട് അവിടെ പോയിട്ട് മസിൽ വരുത്താനൊന്നും ഇനി പറ്റില്ല. അതിൻ്റെയൊക്കെ പ്രായം കഴിഞ്ഞു. ആരോഗ്യം എന്ന് മാത്രം ആലോചിച്ചിട്ട് ഇങ്ങനെ പോവുക. 100 തരം മരുന്ന് കഴിക്കുന്നതിന് നല്ലത് രാവിലെ ഒരു 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്ന. എപ്പോഴാ വരണ്ടത്? നാളെ വരണോ? നാളെ ഒന്നും വരണ്ട, കുട്ടികളുടെ ഒന്ന് പോട്ടെ. കുട്ടികളെ സ്കൂളിൽ തന്നെ പോട്ടെ. അത് കാരണല്ലേ നമ്മൾ ഇതാവണത്. കാരണം ഒന്ന് വെയ്യാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം ചിലപ്പോൾ അനങ്ങാൻ വയ്യാത്ത രീതിക്കാവും. അപ്പൊ എന്താ സുകന്യ ഏട്ടനൊക്കെ സഹായിക്കല്ലേ? ഞാൻ കറിയൊക്കെ വെച്ചുതരും, ബാക്കിയുള്ള പണിയൊക്കെ നിങ്ങൾ ചെയ്യും. അതൊക്കെ ചെയ്യാം. അടുക്കളയുടെ പണികളൊക്കെ ഞാൻ ചെയ്യും, ബാക്കിയുള്ള പണികളൊക്കെ നിങ്ങൾ ചെയ്താൽ മതി. പിന്നെന്ത് പണിയുള്ളത്? കഴിക്കലല്ല, ഒരു വീട്ടിലെ അടുക്കളപ്പണി മാത്രമാണോ ഉള്ളത്? മിറ്റത്തിനോട് പോയി പറഞ്ഞ പോരാ, മിറ്റമേ നീ ഒന്ന് അടിച്ചു വൃത്തിയാവുക എന്നുള്ളത്. ഈ പാത്രങ്ങൾ തെരുതെരേനെ കഴുകണം. അതൊക്കെ ചെയ്യേണ്ടി വരും. നമുക്ക് ഏറ്റവും വലിയ പണിയാണ് പാത്രം കഴുകല്. അത് കുറച്ച് ദിവസത്തിന് ഒരു 2 ആഴ്ച ഒരു ബുദ്ധിമുട്ടുണ്ട്, അത് സെറ്റ് ആവാൻ എടുക്കും. എനിക്ക് പിന്നെ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല സോനി. നമ്മളെന്താ വെച്ചാല് എപ്പോഴും 100 തരം മരുന്ന് കഴിക്കുന്നതിനാളും നല്ലതാണ്. ശരി, എത്ര മരുന്നാ ഞാൻ കഴിക്കുന്നത്? അതിനെക്കാട്ടിലും നല്ലതാ. പോയി ഒരു 10 ദിവസം പോയി കഴിഞ്ഞാലേ നമുക്ക്. ഇന്നലെ ഒന്നുമില്ല, ഏതു അച്ചുവിൻ്റെ തലയത്തെ പെയിൻ ചീന്തിന്നല്ലേ ഉള്ളൂ. പെയിൻ ചീന്തി എന്നുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഇന്നലെ അലർജിയായി, ചൊറിച്ചിലായി, മേലൊമച്ചിലായി. ഈ മേലൊമച്ചിലായി കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം കൊണ്ട് മേത്ത് തട്ടി വെക്കണം. സ്വർഗം, ആഹാ എന്താ സ്വർഗം വെച്ചിട്ടാ. എല്ലാം ഒമിച്ച് ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന്. ഞാൻ പക്ഷേ എല്ലാവർക്കും ഉണ്ട് ഈ അലർജിയുടെ പ്രശ്നം കേട്ടോ. അപ്പം ഇനി ഹോമിയോ മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഹോമിയോയ്ക്ക് ഒന്ന് പോകണം. എടി എടുത്ത അച്ഛന് നന്നായി ഇഷ്ടപ്പെട്ടു. അച്ഛ കഴിച്ചോളും. അയ്യോ ഞാൻ ചീത്ത പറഞ്ഞല്ല കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കഴിക്കുക. നമ്മൾ വായ കൊണ്ടു കഴിഞ്ഞാലേ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഗ്യാസ് കയറിയിട്ടില്ലേ, എനിക്ക് ശരിയാവണില്ല. ഇത് കടയിൽ നിന്ന് വാങ്ങുന്നത് ശരിയാവണില്ല, ഗ്യാസ് കൊണ്ട് കയറിയിട്ട്. അതാ പരിപ്പോടെ കടയിൽ നിന്ന് വാങ്ങണത്. ഞാൻ പറയട്ടെ, ഇന്നലെ സിലോപ്പി വാങ്ങിയിട്ട് ഇവിടെ കരിമീൻ വാങ്ങിയിട്ട് വറക്കു അല്ലോ ഒരാൾക്കേ മീന് കഴിച്ചിട്ട് രാത്രി കടന്നുറങ്ങുമ്പോ ഛർദിക്കാൻ വന്നിട്ട് മീൻ വറുത്തത് കഴിച്ചിട്ട് ഏട്ടന്
ഒരാൾക്ക് വരുമ്പോ ഞാൻ വേറെ ആർക്കേലും വന്ന് വിചാരിച്ചു. ഏട്ടന് എന്താ ഇഷ്ടായി ഇല്ല ഇഷ്ടാവുക മീന് ശരിയാവണ്ടേ, മീന് തിന്നുമ്പോ എന്തോ ഒരു പോലെ. മീന് വറുത്തത് തീരെ ശരിയാവില്ല. എന്താ അതങ്ങനെ? എങ്ങനെയെങ്കിലും തിന്നാൻ പറ്റും, പക്ഷെ മീനിപ്പോ ശരിയാവില്ല. മീനത് ഇവിടുത്തെ മീന് പ്രത്യേകിച്ചും തിന്നു കഴിഞ്ഞാൽ വയറ സുഖമില്ല. അതിന് ഞാനേ നല്ല മീൻ നമ്മുടെ അവിടെ കിട്ടുന്നില്ല എന്നാണ് പ്രശ്നം. ഞാനെപ്പോഴും പറയാറില്ലേ എന്തെന്നറിയോ, നമ്മൾ മീൻ കഴിക്കണ ഇറച്ചി എപ്പോഴെങ്കിലും കോഴിയില്ലേ വാങ്ങിക്കഴിക്കണ നാടൻ കോഴി. ഇവിടെ കോഴി ചില സമയത്ത് നാടൻ കോഴി ആയിരിക്കും കേട്ടോ കൊണ്ടുവരിക, ചില സമയത്ത് നമ്മുടെ എന്താ എന്ത് കോഴിയിട്ടാ വെള്ളക്കോഴിയും കൊണ്ടുവരും. അധികം നമ്മൾ 10 രൂപ കൂടുതലായാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ അതാണ് നിങ്ങൾ ചിലവർ പറയില്ലേ കോഴി വാങ്ങിയപ്പോൾ കുറച്ച് കോഴിയുള്ളൂ അറിയില്ലേ. നാടൻ കോഴിയൊക്കെ 1.5 കിലോനൊന്ന് 2 കിലോനൊന്നും ആവില്ല, ആകെ 1.5 കിലോ 1.25 കിലോ ഒക്കെ അപൂർവം കോഴികളേ ഉള്ളൂ അല്ലേ നമ്മുടെ ഇവിടെ കേട്ടോ. ഇനി ഇതിൽ കൂടുതലുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇപ്പോൾ ചാത്തപ്പനെയൊക്കെ പിടിച്ച് കൊടുക്കുകയാണ് പറഞ്ഞാലും 1.5 കിലോ തന്നെ ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതലുണ്ടാവില്ല കേട്ടോ. അതാണ് ചിലവർ എന്നിട്ട് പറയും കുറച്ചേ വാങ്ങുള്ളൂ. കുറച്ചല്ല, നാടൻ കോഴി 2 കഷ്ണം കഴിക്കണമെന്ന് പറഞ്ഞു വെച്ചാലും അത് മതിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങണതാണേ. ഇപ്പോൾ അതാ കോഴി വാങ്ങിയിട്ട് കുറച്ച് ദിവസമായില്ലേ നമ്മൾ സുകന്യ പറയാൻ തുടങ്ങി. ഇന്നലെ പറയണോ ആട്ടാ കോളീന്ന്. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ ബീഫ് വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ കോഴി വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ആഴ്ച വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് മീൻ കറി ഉണ്ട്. ഞാൻ പിന്നെ തേങ്ങയും ഉണക്കമുളകൊക്കെ ചുട്ട് ചമ്മന്തി അരച്ച് തേങ്ങയും മാങ്ങയും ഒക്കെ പാടെ കൂട്ടിയിട്ട് ഞങ്ങൾ ഇന്ന് രാവിലെ അതാ കഴിച്ച്. ആ ചമ്മന്തിയും ചോറും അല്ലേ കറിയെ ഞങ്ങൾക്ക് 2 പേരും കറിയെ കൂട്ടിയിട്ടില്ല, കുട്ടികളും അത് കൂട്ടി. ഇപ്പോൾ വൈകുന്നേരത്ത് ആണുങ്ങൾക്കുള്ള മീൻ കറി ഉണ്ട്, ഞങ്ങൾക്ക് പിന്നെ പുളി വയ്ക്കാം അല്ലേ. ഞങ്ങൾക്ക് അങ്ങനെ അത് കറി വേണമെന്നൊന്നുമില്ല, ഈ ചൂട് കാരണമല്ലേ. തൈരുണ്ട് ഇഷ്ടം പോലെ കൂട്ടാൻ. കോഴി നോക്കുന്നത് അടുത്ത ചാത്തപ്പന്മാർ വരുന്നു അല്ലേ, അടുത്ത ചാത്തപ്പൻ. അവന് പേരിട്ടക്കണ എന്താണെന്നറിയോ, സുന്ദരൻ എന്ന് പേരിടാതിരിക്കുക നല്ലത്. സുന്ദരൻ എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണത്തിന് പേരിട്ടു, കുറച്ച് ദത്ര ഏൽപ്പിക്കുക, അത് ചത്തുപോയി. പിടിച്ചതല്ല, എന്താ ഇവിടേക്ക് കയറിയപ്പോൾ ഒറ്റ അടി അടിച്ചതാ. ആരാ അടിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. ഒറ്റ അടിയാണ് അടിച്ചതും കോഴിയുടെ കാലില്ലേ പറഞ്ഞിട്ട് അങ്ങോട്ട് എന്താ കാലങ്ങോട്ട് ഒടിഞ്ഞു. എന്നിട്ട് പിന്നെ കുറേ എന്താ അങ്ങനെ പോയിട്ടോ. കുറേ ദിവസം ഞങ്ങൾക്ക് ഈ നരകം കാണേണ്ടി വന്നു. എന്താത് എന്ത് ഞാങ്ങ കുട്ടി തിന്നോ ഉറക്കം നല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ഉറക്കം അമ്മൂനാണ് ഏറ്റവും. ഇതിൽ നമ്മളില്ലേ എന്തൊക്കെ ഇട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, കടലപ്പരിപ്പ് അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളി എന്താ ഇഞ്ചി പച്ചമുളക് പെരിഞ്ചീരകം പിന്നെ മുളകില്ലേ നമ്മുടെ ഉണക്കമുളക് ഇതാണ്ടോ ഈ ചുവപ്പ് കളർ ഉണക്കമുളക് ഒന്നിങ്ങനെ വറ്റൽമുളക് ഒന്ന് കറക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. പോരെ ഓ അപ്പോഴേ അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും നമുക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് ഏട്ടന് പോകേണ്ടി വന്നു, ഫോണ് വന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് മാറേണ്ടി വന്നു, അപ്പോൾ അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി എന്താ ഒരു പരീക്ഷയും കൂടി നമ്മുടെ അമ്മൂട്ടിക്കുണ്ട്. വ്യാഴാഴ്ച മക്കളുടെയൊക്കെ പരീക്ഷ കഴിയും, എല്ലാവരുടെയും പരീക്ഷ കഴിയും. സ്വസ്ഥാവൂട്ടോ നമ്മളൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരുടെയൊക്കെ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിയതാക്കാം. പിന്നെ നമ്മൾ അച്ചുട്ടീനെ പറഞ്ഞില്ലേ അതിൻ്റെ വീഡിയോ കണ്ടിട്ടേ ഗുരുവായൂരിന്ന് പ്രസീത പറഞ്ഞ ചേച്ചിയെ വിളിച്ചിട്ട് അവർക്ക് ഭയങ്കര വിഷമമായി ഇത്രേ. അവർ പറഞ്ഞു അങ്ങനെ കുട്ടികളെന്നും പറയുമ്പോൾ തളരാൻ പാടില്ല, വിഷമിക്കാൻ പാടില്ല. അപ്പോൾ അല്ല അങ്ങനെയല്ല പറയുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അവരുടെ പറയുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ അത് എങ്ങനെ പറയുക, അത്രയ്ക്കും നമ്മൾ പറയാൻ പാടില്ലല്ലോ. അപ്പം അവരെങ്ങനെയാണ്. അപ്പോൾ ആ ചേച്ചി വിളിച്ചിരുന്നു അച്ചുട്ടീന് ഭയങ്കര വിഷമമായി പ്രസീവ് പറഞ്ഞിട്ട്. അപ്പം നമ്മളില്ലേ ഇതാ ഈ പരിപ്പോടെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ കേട്ടാ. അപ്പോൾ അല്ലേ സുകന്യ? അപ്പോൾ ഏട്ടൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് അങ്ങോട്ട് പോകാൻ. അപ്പോഴേ നമ്മൾ ഉണ്ടാക്കി വെക്കട്ടെ.
വീഡിയോ നിർത്തുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. കണ്ടോ, എല്ലാവരും എടുത്തു കഴിഞ്ഞിട്ട് പരിപ്പാടെ കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി ചോറിന് എടുക്കുകയും ചെയ്യാം. അമ്മ ഉറങ്ങുകയാണ്, കുഞ്ഞൻ ഉറങ്ങുകയാണ്. കിച്ചൂട്ട സൈക്കിളിലാണ്. വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അനിയന് കൊണ്ടേ കൊടുക്കും. ഇനി കഴിക്കാൻ ആളില്ല, കിട്ടില്ല. അപ്പോൾ ചായ വെച്ച് തരുമോക്കി? ചായ വെച്ച് കുടിക്കുന്നു. അപ്പോൾ നാളെ കാണാം. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളായിട്ട് നാളെ കാണാം കേട്ടോ.